നമ്മൾ വീട്ടിലൊക്കെ ചെടിയൊക്കെ വളർത്തുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ചെടികൾക്ക് ഇടാനുള്ള ഒരു അടിപൊളി വളമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതിന് നമ്മൾ വീട്ടിൽ നിന്ന് വേസ്റ്റായിട്ട് കളയണ മുട്ടത്തോട് വേണം. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണിത്. പഴം കഴിച്ചിട്ട് തൊലി ഞാനിത് കുറച്ച് നമ്മൾ രണ്ടാളുള്ള കാരണം ഇതെല്ലാം കുറവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അത് കാരണം തൊലി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ വേണ്ടത് നമ്മൾ ചായ ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ചായ ചണ്ടി എന്നൊക്കെ പറയും, അതാണ് വേണ്ടത്. ചായപ്പൊടി, ബാക്കി വരുന്ന ചായപ്പൊടി അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, പഞ്ചസാര ഇട്ട് തിളപ്പിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മധുരമൊക്കെ കളഞ്ഞിട്ട് വേണം എടുത്തു വെക്കാൻ. ഇതെല്ലാം ഞാൻ ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത പഴയ മിക്സിയുടെ ജാറുണ്ടെങ്കിൽ അതിനകത്ത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക, ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെടിച്ചട്ടിയുടെ അടുത്ത് ഇത് കൊണ്ടുവന്നിട്ട് ഒരു ചെടിച്ചട്ടിയിൽ നമ്മുടെ മാന്തണ സാധനമല്ലേ, കൊല്ലമാന്തി, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ ഇളക്കിയിട്ട് ഇതിൻ്റെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കണം. അല്ല കടയെ കൊണ്ട് ഒഴിക്കരുത്, ചുറ്റിനും ഒഴിച്ചു കൊടുക്കണം. 100% റിസൾട്ടുള്ള സാധനമാണിത്. ഞാൻ ഗ്യാരണ്ടി, ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാറുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ പ്രാവശ്യവും പറയാനോട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും അടയാളപ്പെടുത്തിക്കോ. ഓക്കെ, നമ്മൾ വീട്ടിലൊക്കെ ചെടിയൊക്കെ വളർത്തുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ചെടികൾക്ക് ഇടാനുള്ള ഒരു അടിപൊളി വളമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതിന് നമ്മൾ വീട്ടിൽ നിന്ന് വേസ്റ്റായിട്ട് കളയണ മുട്ടത്തോട് വേണം. പിന്നെ വേണ്ടത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണിത്. പഴം കഴിച്ചിട്ട് തൊലി ഞാനിത് കുറച്ച് നമ്മൾ രണ്ടാളുള്ള കാരണം ഇതെല്ലാം കുറവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അത്